സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ പരീക്ഷിക്കുന്നത്. കൃത്യമായും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ആ രാജ്യം തന്നെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യാഴാഴ്ച വിജയകരമായി പരീക്ഷിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫത്ത-4 ഗ്രൗണ്ട് ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ. ഉയർന്ന കൃത്യതയോടെ ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. പരമ്പരാഗത കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ സൈന്യം വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഇത്. പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് വികസിപ്പിച്ചെടുത്ത ഒരു കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലാണ് ഫത്ത-4. നൂതന ഏവിയോണിക്സും ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മിസൈൽ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ ശത്രു റഡാറിൽ നിന്നും രക്ഷപ്പെടുന്നത് എളുപ്പമാകും. ഉയർന്ന കൃത്യതയോടെ ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈലിന് കഴിയുമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. സൈനികരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും മിസൈലിന്റെ വിവിധ ഘടകങ്ങൾ സാങ്കേതികമായി പരീക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു സമീപകാല പരീക്ഷണം. ഫത്ത-4ന് 750 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. 250 കിലോമീറ്റർ വരെ കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇതിന് കഴിയും. 330 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. ഭൂപ്രദേശം കെട്ടിപ്പിടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വിക്ഷേപിച്ചാൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ വരെ എത്താൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഫത്ത സീരീസ് പാകിസ്ഥാന്റെ പരമ്പരാഗത മിസൈലുകളുടെ ഒരു പരമ്പരയാണ്. ഈ പരമ്പര പാകിസ്ഥാന് ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് നൽകുന്നു. പാകിസ്ഥാൻ തദ്ദേശീയമാണെന്ന് അവകാശപ്പെടുന്നു. എന്നിരുന്നാലും വിദഗ്ധർ വിശ്വസിക്കുന്നത് ചൈനയുടെ സാങ്കേതിക സഹായം ഇതിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഈ പരീക്ഷണം. കഴിഞ്ഞ മാസവും ഫത്ത-3 പരീക്ഷിച്ചിരുന്നു. 2025 സെപ്റ്റംബറിലും ഫത്ത-4 പരീക്ഷിച്ചിരുന്നു. ഫത്ത-4 പോലുള്ള മിസൈലുകൾ പാകിസ്ഥാന്റെ ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളും സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും അതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇന്ത്യ ഇതിനകം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫത്ത-4ന്റെ വിജയകരമായ പരീക്ഷണം പാകിസ്ഥാന്റെ വളരുന്ന മിസൈൽ ശേഷിയെ പ്രകടമാകുന്നു. അതിന്റെ 750 കിലോമീറ്റർ ദൂരപരിധി ഇന്ത്യക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ സൈന്യത്തിൽ ദീർഘദൂര ബ്രഹ്മോസ്, അഗ്നി, മറ്റ് മിസൈലുകൾ എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മിസൈൽ മത്സരം രൂക്ഷമാവുകയാണ്. ഇതൊരു പ്രാദേശിക സുരക്ഷാ ആശങ്ക ഉയർത്തുന്നു. അതേസമയം പടിഞ്ഞാറൻ മുന്നണിയിൽ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ആക്രമണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൈന്യത്തിന് 2 തദ്ദേശീയ ആയുധ സംവിധാനങ്ങളുണ്ട്. 2 സിസ്റ്റങ്ങളും പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു. അടിയന്തര സംഭരണം പ്രകാരം അവയെ വെസ്റ്റേൺ കമാൻഡിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഹൈദരാബാദിൽ വെച്ചാണ് 2 ആയുധങ്ങളും ഔദ്യോഗികമായി കൈമാറിയത്. ഇതിനു മുൻപ് അവയുടെ ഉയർന്ന ഉയരത്തിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ പ്രിസിഷൻ സ്ട്രൈക്ക് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ശത്രു ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യവും മാരകവുമായ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഈ 2 സംവിധാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് പുതിയൊരു ശേഷി നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.